അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി.ടി. തോമസിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന. രാജീവ് ഭവനിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. അധികാരങ്ങൾക്കും വ്യക്തിഗത നേട്ടത്തിനുമപ്പുറം നിലപാടുകൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു P.T. തോമസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഉപ്പുതോട് മുടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉപ്പുതോടെന്ന് പറയുന്നത് ഏറ്റവും റിമോട്ട് പ്ലേസാണ്. ഒരു 5 കിലോമീറ്റർ നടന്നെങ്കിലേ മെയിൻ റോഡ് എത്താൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം പഠിച്ചത് തന്നെ 20 കിലോമീറ്റർ അകലെയുള്ള ഹൈസ്കൂളിൽ പഠിച്ച് 20 കിലോമീറ്റർ അകലെയുള്ള പാറത്തോട് സ്കൂളിൽ പോയാൽ ഉപ്പുതോട് നിന്ന് പാറത്തോട് വരെ എത്ര മലകൾ എത്ര താഴ്വാരകളിൽ കയറി ഇറങ്ങി വേണം ആ സ്കൂളിലെത്താൻ എന്ന കാര്യം അത്രയേറെ കഠിനാധ്വാനിയായിരുന്നു P.T. തോമസ് ആണ് കാര്യം. മടുപ്പെന്ന കാര്യം അദ്ദേഹത്തിന് ഇല്ല. പാതിരാത്രിക്കും ആരെയും വിളിച്ചടിപ്പിക്കും, ഉത്തരവുകൾ കൊടുക്കും, നിർദ്ദേശം കൊടുക്കും. അദ്ദേഹത്തിന്റെ സ്പീഡിൽ തന്നെ ആളുകൾ കാര്യങ്ങൾ നിർവഹിക്കണം എന്ന വാശിയും അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിഭവങ്ങളൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ പരിഭവം മനസ്സിലേ വെക്കത്തുള്ളൂ, നേരിട്ട് പറയത്തില്ല. കാരണം അടുത്ത നിർദ്ദേശം അത് മുമ്പ് തന്നെ വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അത്ര ഊർജ്ജസ്വലതയും അത്ര ഇനിഷ്യേറ്റീവും കർമ്മനിര രാഷ്ട്രീയത്തിൽ കർമ്മനിരതയ്ക്ക് ഒരു പ്രധാന കാര്യമുണ്ട്. അതിൽ പാരമ്പര്യമായിരുന്നു P.T. തോമസ് എന്ന കാര്യം. പിന്നീട് അദ്ദേഹം ഇടുക്കി രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ജില്ലാ കൗൺസിലുമായിട്ടുള്ള മത്സരത്തിലാണ്. ഞങ്ങൾ 5 പേര് മത്സരിച്ചു. ഞാൻ P.T. തോമസ്, P.A. ജോസഫ്. ഞങ്ങൾ ആകെ ജയിച്ചത് 4 പേരേ ഉള്ളൂ. മറയൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന തോമസിയാണ്. അങ്ങനെ ഇടുക്കി രാഷ്ട്രീയത്തിൽ സജീവമായ കാലം മുതൽ ഇടുക്കിയിലെ ഓരോ കോൺഗ്രസ്സുകാരുടെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു P.T. തോമസ് എന്ന കാര്യം. പരിസ്ഥിതി സംരക്ഷണത്തിലും സ്ത്രീ സുരക്ഷയിലും ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലും തെല്ലും വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു P.T. തോമസ് എന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, ജോസ് മുത്തനാട്ട്, AM സന്തോഷ്, പ്രശാന്ത് രാജു, KS സജീവ്, റൂബി വേഴാമ്പത്തോട്ടം, CM തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, ഇടുക്കി കവല. വീട് എന്നത് ഒരു സ്വപ്നമാണ്. ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ്. വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പന്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും. വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന.